പുതിയ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ മലവേപ്പയിൽ കുരുമുളക് കൃഷി നമ്മൾ ചെയ്തു നോക്കി. മരം വെച്ചു, ആ കൂടെ തന്നെ കൊടിയിടാം. അതുപോലെ മരം വളരും. വർഷം കഴിയുമ്പോൾ മുതലേ ഇത് വെട്ടിവയ്ക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ കൊടി ഇടയ്ക്ക് കേടായി പോയാലും നമുക്കൊരാദായം അതിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 10-ാം വർഷമാകുമ്പോൾ നമുക്കിത് കൊടുക്കാം. അങ്ങനെ വെട്ടി വിറ്റ് കഴിയുമ്പോൾ ഒരു 10,000 രൂപ ആ തടിക്ക് കിട്ടുമെന്നാണ് ഏകദേശം. ഒരു തടിക്ക് കിട്ടും? ഒരു തടിക്ക്. ഒരു ഏക്കറിൽ ഇപ്പോൾ മലവേപ്പ് തന്നെയാണെങ്കിൽ 1000 എണ്ണം വെക്കാം. ശരാശരി ഒരു 4 കിലോ ഉണക്കമുളക് കിട്ടും. പന്നീർ 6 എന്നാ. ഇവിടുത്തെ കൊടിയുടെ ആ വളർച്ച കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലം മേടിച്ച ആളുകൾ വരെയുണ്ട്. പക്ഷേ 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷം ആയപ്പോഴേക്കും അത് മൊത്തമേ താഴേക്ക് ഉയർന്നു പോയി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിന്റെ പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ മാങ്കുളത്ത് വന്നിരിക്കുകയാണ്. മാങ്കുളത്തെ ഒരു അടിപൊളി കർഷകനെയാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടുത്തെ ഒരു പഴയകാല കുരുമുളക് കർഷകനാണ്. അതിനൊപ്പം തന്നെ ഒരുപാട് വിളകൾ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. സഹസ്നേട്ടാ, ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? എൻ്റെ പേര് PJ സെബാസ്റ്റ്യൻ ആണ്. പനച്ചനാനിക്കൽ എന്ന വീട്ടുപേര്. മാങ്കുളത്ത് വന്നിട്ട് ഇപ്പോൾ 10-60 വർഷമായി. 60 വർഷത്തെ കൃഷി ജീവിതമാണ്. 75 വയസ്സായ ആളാണ്. അതെ. ഇപ്പോഴും അന്നും വന്ന കാലവും കൃഷി, ഇപ്പോഴും കൃഷി തന്നെ അല്ലേ? അതെ. പിന്നെ ഇടയ്ക്കൊരു അല്പസ്വല്പം പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. ബാങ്കിൻ്റെ പ്രസിഡന്റായിട്ട് കുറേ കാലം പ്രവർത്തിച്ചിരുന്നു, സർവീസ് ബാങ്കിൻ്റെ. പിന്നെ രാഷ്ട്രീയത്തിൽ കുറച്ച് നാൾ പോയി. അതിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ട് തിരിച്ച് കൃഷിയിലേക്ക് തന്നെ പോന്നു. നിങ്ങൾ ആദ്യകാലം വരുമ്പോൾ എന്തായിരുന്നു ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യകാലം വന്ന് തുടങ്ങിയത് വിത്ത് കളിക്കുന്നു, ആ കൂടെ തന്നെ കൊടിയിടുന്നു. മെരിക്കും കാലത്ത് കൊടിയിടുകയാണ് ആദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം പിന്നെ തൊട്ടടുത്ത വർഷങ്ങളിലായിട്ട് കമുക്, തെങ്ങ് ഇതെല്ലാം കൃഷി ചെയ്തു. കുറച്ചിട മാത്രം റബ്ബർ, കാരണം പഴയ റബ്ബർ സ്റ്റേറ്റ് ആയിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് റബ്ബർ കൃഷിയും ചെയ്തു. പക്ഷേ റബ്ബർ ഇവിടെ ആദ്യം കുറച്ചൊക്കെ ആദായം കിട്ടി. അതിനുശേഷം പിന്നീട് റബ്ബറിൻ്റെ ഇല പിടിച്ചു നിൽക്കാതെ വന്നതുകൊണ്ട് ആ കൃഷി പരാജയം, പാല് കിട്ടാതെയൊക്കെ വരുന്നു. അതുകൊണ്ട് റബ്ബർ കൃഷി ഉപേക്ഷിച്ചു. കുരുമുളക് കൃഷിയിൽ അന്ന് മുതൽ ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് കൊക്കോ ഒരു വലിയ വിളയാട്ടോടെ വന്നു. വളരെ നല്ല രീതിയിൽ ഇവിടെ വിളവും ലാഭകരമായിരുന്നു ആ കൃഷി. ആ രീതിയിൽ കൊക്കോ കൃഷി വന്നു. പിന്നെ ഏലത്തിന് വില കൂടിയപ്പോൾ ഏലക്കൃഷിയിലേക്ക് കുറേയധികം വന്നിട്ടുണ്ട്. മാറി. പിന്നെ കുരുമുളക് ആദ്യം മുതലുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ടൂറിസമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള പഴവർഗ്ഗ ചെടികൾ, സ്പൈസസ് ഇനങ്ങൾ, ഇങ്ങനെയെല്ലാം സമ്മിശ്രമായിട്ടുള്ള കൃഷിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ നിലയിൽ എല്ലാവിധ കൃഷികളിലും നമ്മൾ സജീവമാണ്. ഓക്കെ. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കൃഷി വിളകളാണ് കൂടുതലായിട്ട് പരിചയപ്പെടാനുള്ളത്. അതിനൊപ്പം തന്നെ എനിക്കൊന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഇത്രയും വർഷത്തിനിടെ കുരുമുളക് കൃഷിയിൽ തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അറിയണം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല മഴയാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ ഈ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മകരക്കൊയ്ത്തിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. കുരുമുളക് നമുക്കിത് പന്നീർ 6 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. പുതുതായിട്ട് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാധനം. അപ്പോൾ അതിൻ്റെ തൈകൾ ഈ നാഗപ്പതി മോഡൽ തൈകൾ ദേരിമംഗല ഫാമിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ്. പുതിയ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ മലവേപ്പയിൽ കുരുമുളക് കൃഷി നമ്മൾ ചെയ്തു നോക്കി. അപ്പോൾ അത് മരം പെട്ടെന്ന് വളരും. നമ്മളിടുന്ന വളം കുറേ അവർ കൊണ്ടുപോകുമെങ്കിൽ പോലും മരത്തിനും കൂടെ വില കിട്ടുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അതൊരു മെച്ചമാണെന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. വലിയ കുഴപ്പമില്ലാതെ കൊടിക്ക് കയറ്റമുണ്ട്. പിന്നെ വലിയ കാറ്റുമൊക്കെ ഉള്ളിടത്ത് ഇച്ചിരി ബുദ്ധിമുട്ട്, ഇത് കണ്ടമാനം വളഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എന്തോരം കുരുമുളക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു 1000 മരത്തേലുണ്ട്. 1000 മരത്തേൽ. ഇത് മൊത്തം പന്നീർ 5 തന്നെയാണ്? പന്നീർ 6 തന്നെയാണ് മൊത്തം? തന്നെയല്ല, ഇതിനകത്ത് നീലമുണ്ടി പഴയ നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന വെറൈറ്റികളുണ്ട്. പന്നീർ 1 ഉണ്ട്. പന്നീർ 6 എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ എത്ര വർഷം ഇതിപ്പോൾ 5-ാമത്തെ വർഷം. എങ്ങനെയുണ്ട് വിളവ്? കുഴപ്പമില്ല, നല്ല നീളമുള്ള തിരിയാണ്. പിന്നെ പന്നീർ 1 പോലെ തന്നെ മുളകിന് മുഴുപ്പ് കാണുന്നില്ല, എങ്കിലും ഈൽഡ് വലിയ കുഴപ്പമില്ല. ആണോ? എല്ലാ വർഷവും ഇത് കായ്ക്കും ഒരുപോലെ? എല്ലാ വർഷവും കായ്ക്കും. പന്നീറിന്റെ ഒരു പൊതുവിൽ കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നരാടനാണ് അതിന്റെ കായ. പക്ഷേ നമ്മൾ അതിന്റെ പണിയും കൂടെ ചെയ്യണം. വളമൊക്കെ ഇട്ട് കൊടുത്താൽ എല്ലാ വർഷവും നന്നായി കായ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൃഷി രീതി എങ്ങനെയാ ഒന്ന് പറയാമോ? നമ്മൾ ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. രാസവളങ്ങളോ രാസകീടനാശിനികളോ പ്രയോഗിക്കാറില്ല. അപ്പോൾ ആ നിലയിൽ വലിയ ഹൈ
ഇങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ചാണകപ്പൊടി, അതുപോലെ എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മാത്രമാണ് കൊടുക്കാറുള്ളൂ. പിന്നെ കണ്ടമാനം മഴ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ചെടി ഉണ്ടാവും, അത്രയേ ഉള്ളൂ. നമ്മൾ വളം ചെയ്യുന്ന സമയം എപ്പോഴത്? സമയം ഇപ്പോൾ പുതുമഴ ചെയ്യുന്ന തുടങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ്? നമ്മൾ ആദ്യം തന്നെ മണ്ണിൻ്റെ pH റെഡിയാക്കാൻ വേണ്ടി കുമ്മായം ആവശ്യത്തിന് ഒരു മരത്തിന് 1/2 കിലോ എന്നുള്ള തോതിൽ കുമ്മായം ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെ കൊണ്ടുപോയി റെഡിയാകലത്തിൽ തോളിയിട്ട് അത് അകലയിൽ നിന്ന് മണ്ണെടുത്ത് പയ്യെ ഒന്ന് വീശിയിടും. അത്രയേ ഉള്ളൂ. നമ്മൾ വർഷത്തിൽ ഒരു തവണ ചെയ്യുള്ളൂ, അത് 2 തവണ? ഒരു തവണയുള്ളൂ. ഒറ്റ തവണയേ ഉള്ളൂ. ചാണകപ്പൊടി എത്ര കൊടുക്കും ഈ ഒരു 5 വർഷമായി? പൊടി ഒരു 3-4 കിലോയൊക്കെ അതിൻ്റെ ലഭ്യത അനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്, അത്രയേ ഉള്ളൂ. 5 കിലോ ഒരു ഇതിന്. ഓക്കെ. വേറെ എല്ലുപൊടി ഏതിൻ്റെ ചെയ്യുന്നത്? എല്ലുപൊടി നമ്മൾ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു ഭീഷണിയായിട്ട് വന്നിരിക്കുന്ന കാട്ടുപന്നി ശല്യം തുടങ്ങിയത് കൊണ്ട് എല്ലുപൊടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കുത്തിയിളക്കും. അതുകൊണ്ട് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടെ സഭാസമം ചേർത്തിട്ട് കുറേശ്ശേ ഉപയോഗിക്കാറുള്ളൂ. പേടിയുണ്ട് ഏത് സമയത്താണ് ഇത് വന്ന പന്നിയുടെ ശല്യം ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ട്. ഓക്കെ. നമ്മൾ ഈ മലവേമ്പ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ആളായി? അത് 4 വർഷമായുള്ളൂ. 4 വർഷമായി. അതായത് ഇത് ഇട്ട കൂടെ തന്നെ അല്ലേ? മരം വെച്ചു, ആ കൂടെ തന്നെ കൊടിയിടാം, അതുപോലെ മരം വളരും. അതിൻ്റെ കാര്യം രണ്ടും ഒരുമിച്ചാണ് പ്ലാന്റ് ചെയ്യുന്നത്? ഒരുമിച്ച്. മുരിങ്ങക്കാലിടുന്ന പോലെ തന്നെ മുരിങ്ങക്കാലിട്ട് കൊടിയിടുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ മരത്തൈ വെച്ചു. മലവേമ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? അതിലിപ്പോൾ കണ്ടിടത്തോളം വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നിയത് അഡ്വാൻറ്റേജ് മരത്തിൻ്റെ വിലയും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുള്ളതാണ്. കുരുമുളകിൻ്റെ ആ ഒരു പ്രോഫിറ്റിൻ്റെ അതേ ഒപ്പിച്ച് തന്നെ മരത്തിൻ്റെ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും. ഒരു 10 വർഷം കഴിയുമ്പോൾ മുതലേ ഇത് വെട്ടിവിൽക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ കൊടി ഇടയ്ക്ക് കേടായി പോയാലും നമുക്കൊരാദായം അതിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൊടി നന്നായി കയറും. ഈ വർഷങ്ങൾ അങ്ങനെ ഒരുപാട് പഴക്കം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഒരു 8-10 വർഷമൊക്കെ ആകുമ്പോൾ കൊടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള കേട് ബാധിച്ച് പോകും. അപ്പോൾ ഒരു ആദായം കൂടെ കിട്ടും, നമുക്ക് വീണ്ടും റീപ്ലാന്റ് ചെയ്യാനുള്ള പൈസ ഇതിൽ നിന്ന് മരത്തിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഈ മലവേമ്പ് നന്നായി വളം വലിക്കില്ലേ? വളം വലിക്കും. അപ്പോൾ അത് നമുക്ക് നഷ്ടമല്ലേ? അതിന് നമ്മൾ കൊടിയുടെ ഗ്രോത്ത് ഉണ്ടാകാനെ കുറയില്ല. നമ്മളൊരു പുതിയ മാർഗ്ഗം ചോട്ടിലധികം വളം കൊടുക്കാതെ സ്പ്രേ ചെയ്യുന്ന വളങ്ങളുണ്ട്. അമിനോആസിഡ്, അതുപോലെ തന്നെ ഫിഷ് അമിനോആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫോളിയറായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അങ്ങനെ മരത്തിലേക്ക് പോകുന്നില്ല, കൊടി തന്നെ വലിച്ചെടുക്കുന്നു. ശരി, നമുക്കൊരു കൊടിയെന്ന് ശരാശരി എത്ര ഈൽഡ് കിട്ടും? ശരാശരി ഒരു 4 കിലോ ഉണക്കമുളക് കിട്ടും. പന്നീർ 6 എന്നാ? ഇതിന് തൂക്കം എങ്ങനെയുണ്ട്? വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഉണക്കുന്നാണോ പച്ചയ്ക്ക് കൊടുക്കുന്നതാണോ ലാഭം? ഉണക്കി കൊടുക്കുകയാണ് അതൊരു പതിവ്. അല്ല, ലാഭം ഏതാന്ന് നോക്കിയിട്ടുണ്ടോ? ലാഭവും ഇത് ഉണക്കി കൊടുക്കുന്നത് തന്നെയാണ് ലാഭം. കാരണം പച്ച കൊടുക്കുമ്പോൾ അതിൻ്റെ വില അവർ ഉണങ്ങുന്നതിൻ്റെ മുതലുള്ള എല്ലാത്തിൻ്റെ ചാർജ് ഈടാക്കിയിട്ട് അതിൻ്റെ കഴിച്ചിട്ടല്ലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് മെതിക്കാൻ എങ്ങനെയുണ്ട്? മെതിക്കാൻ മെതിയന്ത്രമുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പിന്നെ പറിക്കുന്ന ആളുകൾ തന്നെ വൈകുന്നേരങ്ങളിൽ അത് മെതിച്ചിടും. അല്ല, അത് പെട്ടെന്ന് തിരിയെന്ന് പോരുമല്ലോ? പോരും. തിരിമുറിച്ചിലോ? അങ്ങനെ പന്നീർ വണ്ണ് പോലെ തിരിമുറിച്ചിലില്ല ഇതിന്. ഇല്ല. നമുക്കിത് തിരിയെ തിക്കട് മുളക് ഉണ്ടാവുമോ? ഉണ്ടാവും. ഒരു തിരിയൽ എത്ര മുളക് വരെ കാണും ശരാശരി? അങ്ങനെ നോക്കിയിട്ടില്ല. ചുള്ളുണ്ടാവുമോ? ചുള്ളില്ല. ഇല്ല. നമ്മൾ ഈ മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ച് ഈ പന്നിയൂറിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് എന്താ? പന്നിയൂറിന് വലിയ കേടില്ല, നല്ല കയറ്റമുണ്ട്, അധികം കെട്ടണ്ട. മറ്റേ ഇപ്പോൾ പൊടികളിൽ ഏറ്റവും നല്ലത് പറയുന്നത് കരിമുണ്ടയാണ്. പക്ഷേ കരിമുണ്ടയ്ക്കൊക്കെയുള്ള കുഴപ്പം കയറാൻ മടി, മോള് വരെ നമ്മൾ കെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവും. കേടാവെന്ന് പറയുമ്പോൾ ഒരു 4-5 വർഷമാകുമ്പോൾ നല്ല കായ്ഫലത്തെ വരുന്ന സമയത്ത് കാറ്റൊക്കെ പിടിച്ച് ചെറിയൊരു അനക്ക ചോടിലുണ്ടായി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി അത് കേടായി പോവുകയാണ് കാണുന്നത്. ഈ ദ്രുതവാട്ടം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കരിമുണ്ടയാണ്. അതുപോലെ പന്നിയൂറും നീലമുണ്ടിയൊക്കെ ആ രീതിയിലുള്ള കേടുകൾ കുറവാണ്. പക്ഷേ അന്നേരം കായ്ഫലം കുറവും അതുപോലെയുള്ള ചില കുഴപ്പങ്ങൾ അതിനുണ്ട്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് കരിമുണ്ടയ്ക്ക് ഭയങ്കര കേടായിരുന്നോ? കേട് കൂടുതലാണ്. കരിമുണ്ട ചെയ്തുകൊണ്ടിരുന്നാണോ? കരിമുണ്ടയായിരുന്നു ആദ്യകാലത്തെ കൃഷി. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നാട്ടിൽ നിന്നൊക്കെ കരിമുണ്ട കൊണ്ടുവന്നിട്ട് 4-ാം വർഷം കായ്ച്ച് ഇവിടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ പിന്നെ ഇവിടുത്തെ കൊടിയുടെ ആ വളർച്ച കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ സ്ഥലം മേടിച്ച ആളുകൾ വരെയുണ്ട്. പക്ഷേ 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷം ആയപ്പോഴേക്കും അത് മൊത്തമേ താഴേക്ക് ഉയർന്നു പോയി, കൊടി ഇല്ലെന്നായിപ്പോയി. അതായത് കൊടി 5 വർഷം ഇതിൻ്റെ ലൈഫ് ഉള്ളോ? അല്ല, അങ്ങനെ ഇപ്പോൾ സാധാരണ രീതിയിൽ ആ കാലാവസ്ഥ അനുസരിച്ചാണ്. മഴ കൂടുതൽ വരുന്ന ആ സമയത്ത് അന്നേരം തീർന്നു പോകും. നമ്മൾ എത്രയെല്ലാം പരിചരിച്ചാലും പിടിച്ചു നിൽക്കുന്നില്ല കരിമുണ്ട. നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ഇപ്പോൾ തോന്നിയത് പന്നിയൂർ തന്നെയാണോ? പന്നിയൂറാണ് ഏറ്റവും മെച്ചമായിട്ട് ഇവിടെ കാലാവസ്ഥ നല്ലത്. പിന്നെ നീലമുണ്ടിയും വലിയ കുഴപ്പമില്ല, കേടധികം ബാധിക്കുന്നില്ല.
ഓക്കെ. നീലമുണ്ടി പന്നിയൂറും തമ്മിൽ കമ്പാരിസൺ നടത്തുമ്പോൾ എങ്ങനെയുണ്ട്? മെച്ചം പന്നിയൂർ തന്നെയാണ്. പന്നിയൂർ തന്നെയാണ്. നീലമുണ്ടിക്ക് തിരികൊഴിച്ചിലുണ്ടോ? തിരികൊഴിച്ചിലുണ്ട്, നന്നായി തിരികൊഴിച്ചിലുമുണ്ട്. മറ്റേ ഈ പൊള്ള ചുള്ളുണ്ടാകുന്നു. തിരികൊഴിച്ചിൽ നന്നായിട്ടുണ്ട് നീലമുണ്ടിക്ക്. ഇപ്പം നമ്മൾ ഈ കാണുമ്പോൾ നല്ല തിരിയുണ്ടല്ലോ പന്നിയൂറിന്, ഇത് മുഴുവൻ നമുക്ക് കിട്ടുമോ? മതി, പന്നിയൂറിന് വേറെ പൊഴിച്ചിലൊന്നുമില്ല. തിരിയും കിട്ടും, അതുപോലെ മണിപിടുത്തവും നന്നായിട്ടുണ്ട്. ഉണ്ട്. മറ്റേത് മണിപിടുത്തവും കുറവാണ്. പഴക്കം ചെല്ലും തോറും 1, 2, 3 മണികളൊക്കെ ആയിട്ട് മാറും. നമ്മൾ ഇപ്പം ഈ തിരിയിടുമ്പോൾ വല്ല വളവും ചെയ്യണ്ടോ? മരുന്നോ അങ്ങനെ വല്ല ചെയ്യണ്ടോ? മരുന്നൊന്നും ഇപ്പം ചെയ്യാറില്ല. ചിലർ കാര്യമായിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയാണല്ലോ. കണ്ടമാനം പണി ചെയ്താൽ കൊടി കാലം നിൽക്കില്ലെന്നുള്ളതാണ് അനുഭവത്തിന് മനസ്സിലായത്. കൊടിക്ക് അങ്ങനെ ഒത്തിരി കൊടുക്കരുത് അല്ലേ? ആവശ്യമുള്ളത് പ്രകൃതി അത്യാവശ്യം മാത്രം എപ്പോഴും മണ്ണിൻ്റെ pH നിലനിർത്തിക്കൊണ്ടുള്ള വളപ്രയോഗവും മറ്റു കാര്യങ്ങളോ നോക്കി ചെയ്തില്ലെങ്കിൽ കൊടിയൊക്കെ രക്ഷപ്പെടില്ല. നമ്മൾ ഇത്രയും കാലമായിട്ട് കുരുമുളക് കൃഷി ചെയ്യുന്നതല്ലേ, നമുക്കിതിൻ്റെ ഇതൊരു നല്ല കൃഷിയായിട്ടാണോ അതോ എങ്ങനെയാണ് നമ്മുടെ പൊതുവിലുള്ളൊരു ചിന്ത വരുന്നത്? മുളക് കൃഷിയിൽ നമുക്കിപ്പോൾ കാണുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് കുറേ കാലങ്ങൾ അധികം കാലം നിൽക്കുന്നില്ല. കാര്യം പറഞ്ഞാൽ ഒത്തിരി ആയുസ്സുണ്ടെന്നൊക്കെ പറയുമെങ്കിലും കേട് പിടിക്കുന്നത് കൊണ്ട് ഇത് സ്ഥിരമായി ഒത്തിരി സ്ഥിര വരുമാനം ആയിട്ട് കിട്ടുകയില്ല. പിന്നെ അല്ലെങ്കിൽ പോകുന്നതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു 100-150 എണ്ണം പുതിയതിടും. അപ്പോൾ അന്നേരം കുറച്ച് പോകും. അപ്പോൾ എല്ലാ കാലവും ഒരു ആവറേജ് നമുക്ക് വിളവ് കിട്ടത്തക്ക മാതിരിയിൽ എല്ലാ വർഷവും പുതിയതിടുക, കുറച്ച് പോകും. അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. നമ്മളെല്ലാം പണിയെടുക്കുന്നവർ മൊത്തം എല്ലാത്തിൽ നിന്ന് ആദായം കിട്ടണം എന്ന് നിർബന്ധം. അപ്പം നമുക്ക് ഈ ലാഭത്തിൽ അത് ബാധിക്കുമല്ലേ? നമ്മുടെ ബാധിക്കും. അതെ. വില എങ്ങനെയുണ്ട് ഇപ്പം? വില ഇപ്പോൾ ന്യായമായ വിലയുണ്ട്. 700 രൂപയുടെ അടുത്തോട് വിലയെന്ന് പറയുന്നത് കുരുമുളകിനെ സംബന്ധിച്ച് ഒട്ടും മോശമില്ലാത്ത വിലയാണ്. നമ്മളിത് പറിച്ചെടുക്കുമ്പം ഈ പറക്കക്കൂലി എല്ലായിടും അങ്ങനെ നോക്കുമ്പോൾ മുതലാകും ഇത്? എന്നാലും നഷ്ടമൊന്നുമില്ല. നല്ല ലാഭകരമായ വർഷവും പറിക്കുന്ന സമയമാകുമ്പോഴേക്കും പണിക്കൂലി കൂടിയാണ് വരുന്നത്. മുളകിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് 100-100 രൂപ ഒറ്റയടിക്ക് പണിക്കൂലി കൂടുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ഉണ്ടല്ലോ, ഇപ്പം പൈപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ, അത് അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് സ്ഥലം തീരെ ഏരിയ കുറവുള്ള ആളുകളെ സംബന്ധിച്ച് അത് ലാഭമായിരിക്കും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അത്രയും വലിയ പണം മുടക്കി ചെയ്യേണ്ട കാര്യമില്ല. അതിനേക്കാളും ഭേദം ഇതുപോലെയൊക്കെയുള്ള മരത്തേലും മുരിക്കും കാലം അങ്ങനെയൊക്കെയുള്ള സാധാരണ രീതിയിൽ പ്ലാവ് അതുപോലെയുള്ള കുറേയേറെ മരങ്ങൾ പറമ്പിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ കൊടിയിട്ട് പിടിപ്പിക്കുന്നതാണ് നമുക്ക് ലാഭകരം. നമ്മളിപ്പോൾ ഒരുപാട് താങ്ങുകൽ ഉപയോഗിച്ചിട്ടുണ്ടാവും, മുരിക്ക, പ്ലാവ്, ഇതുപോലെ മലവേമ്പ്. ഇതിലേറ്റവും നല്ലതായിട്ട് തോന്നിയതാ താങ്ങുകല്ല്? ഇപ്പോൾ താങ്ങുകാല് ഏറ്റവും കൊടിക്ക് നല്ലത് മുരിക്ക് തന്നെയാണ്. പക്ഷേ മുരിക്കിന് കേടായി തുടങ്ങിയത് കൊണ്ടാണ് ഈ മലവേപ്പ് പരീക്ഷിക്കുന്നത്. അപ്പോൾ മലവേപ്പയിൽ കുഴപ്പമൊന്നുമില്ല, കയറ്റമുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഈ വലിയ പോരായി ഇത്രയേ ഉള്ളൂ. വളം കൂടുതൽ വലിച്ചു മാറുന്നു. കൊടിക്ക് കിട്ടേണ്ടതും കൂടെ മരം കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ്. ഈ പുറകിൽ നിൽക്കുന്ന തടിയൊക്കെ എത്ര ആയത് ഈ മലവേമ്പിന്റെ? ഇത് 4 വർഷം കഴിഞ്ഞു. 4 വർഷമായി. 4 വർഷം കൊണ്ട് ഇത്ര വലിപ്പം എത്തും? എത്ര വർഷം ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടി വിൽക്കാൻ പറ്റുന്നൊരു കാലാവധി? 7 മുതൽ വിൽക്കാമെന്ന് പറയുന്നെങ്കിൽ നമ്മളിവിടെ ഒരു 10 വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 10ാം വർഷം ആകുമ്പോൾ നമുക്കിത് കൊടുക്കാം. അങ്ങനെ വെട്ടി വിറ്റ് കഴിയുമ്പോൾ ഒരു 10,000 രൂപ ആ തടിക്ക് കിട്ടുമെന്നാണ് ഏകദേശം. ഒരു തടിക്ക് കിട്ടും? ഒരു തടിക്ക്. ഓക്കെ. അപ്പോൾ 1000 ഒരു ഏക്കറിൽ എത്ര എണ്ണം ചെയ്യാൻ പറ്റും? ഒരു ഏക്കറിൽ ഇപ്പോൾ മലവേപ്പ് തന്നെയാണെങ്കിൽ 1000 എണ്ണം വെക്കാം. അതല്ല ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെയാണ് ഇടയ്ക്കൂടെ ഓരോന്നര മുരിക്കൊക്കെ ആണെങ്കിൽ അതൊരു പകുതിയായിട്ട് കുറയും. എന്നാൽ പോലും ഒരു മരത്തിന് ഒരു 10,000 രൂപ വെച്ച് ആദായം കിട്ടും. 1000 എണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതുണ്ടല്ലോ ഒരു ഏക്കറിൽ നിന്ന്? ഏക്കറിൽ നിന്ന്. അപ്പോൾ അത് നല്ല പെട്ടെന്ന് തന്നെ മറ്റേപോലെ തേക്ക് പോലെയോ ഈട്ടി പോലെയോ ഒന്നും കാത്തിരിക്കണ്ട. ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കൊടി കിട്ടുവിടാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ മെയിൻ ആദായം? മലവേമ്പാണ്. മലവേപ്പ് അതിൻ്റെ അവസാനം ഏറ്റവും വലിയൊരു ആദായം കിട്ടുന്നു. അത് അധികം കാലം വേണ്ട, 10 വർഷം. ഒരു കരുതൽ മൂലധനമാണ്. അതെ. ഇതെല്ലാം മലവേമ്പ അല്ലേ? അതെ. ഈ 10 വർഷം കഴിഞ്ഞ ഈ സാധനം കൊണ്ട് ഗുണമില്ലെന്നാണ് പറയുന്നത്? ഇല്ല, 10 വർഷം ആകുമ്പോൾ വെട്ടി വിൽക്കാം എന്നാണ് അവർ, ഇതൊരു അഡ്വാൻറ്റേജാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ തടി വിൽക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. കൃഷി കൂടെ അല്ല. 10 വർഷം കഴിഞ്ഞ ഇതിൻ്റെ എന്നാ പറ്റും? ഏത് 10 വർഷം കഴിഞ്ഞാൽ എന്ത് പറ്റി? തടി പിന്നെ ഗുണമില്ല. തടി അതാ പറഞ്ഞ കാതൽ കൂടുതലായിട്ടുണ്ടാവുമല്ലോ പ്രായം ചെല്ലും തോറും. അപ്പോൾ പ്ലൈവുഡിന് അത് കൊള്ളില്ല എന്നൊരു കേട്ടുകേൾവിയാവട്ടോ. അതിനെ സംബന്ധിച്ച് ആധികാരികമായി ഒന്നും എനിക്കറിയില്ല. 10ാം വർഷം വെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതെ. 10ാം വർഷം വെട്ടിയാലേ ഈ വില കിട്ടുള്ളൂ.
എന്നായിരിക്കണം. എന്തായാലും അത് സംബന്ധിച്ച് നമ്മൾ വെട്ടാറാകുമ്പോഴേക്കും കാര്യങ്ങൾ പഠിക്കും. മറ്റേ ഇതോ അന്നേരം നമ്മുടെ പയ്യാനി എങ്ങനെയുണ്ട്? പയ്യാനി ഞാൻ പറഞ്ഞില്ലേ, പയ്യാനി അങ്ങനെ വളർച്ചയില്ലല്ലോ. കൊടി അതിന് നല്ല ഇതാണ്, അതിലൊക്കെ നല്ല ഇതാണ്. ഫ്രൂട്ട്സ് കുറേ ചെയ്തിട്ടുണ്ടെന്നോ അല്ലേ? അബിയുണ്ട്, റംബുട്ടാനുണ്ട്, മംഗോസ്റ്റിനുണ്ട്, പിന്നെ ലോങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഐറ്റം ഉണ്ട്, ഉള്ളാത്തയുണ്ട്, പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ട്. ഫാഷൻ ഫ്രൂട്ട് നല്ലോണം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും കുറേയൊക്കെ ഉള്ളൂ. പിന്നെ റെഡ് ലേഡി, പപ്പായ, 100 മരമുണ്ട്. പിന്നെ പേരക്കയുണ്ട്. പേരയ്ക്കായൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതെല്ലാം നമ്മൾ വിൽക്കുന്നുണ്ടോ അതോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളോ? നമ്മൾ വിൽക്കാനുണ്ട്. വിൽക്കാനുള്ളതൊക്കെ ഇവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യതകളും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോളി ഹൗസോ? പോളി ഹൗസ് പച്ചക്കറി കൃഷിക്ക് വേണ്ടിയാണ് നമ്മൾ തുടങ്ങി വെച്ചു. ഇപ്പോൾ 6-7 വർഷമായപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് ഡാമേജായി വണ്ടി കയറി വെള്ളം ചാടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ആ രീതിയിൽ ഗുണം കിട്ടില്ല. ഇതേതാ കപ്പ ചെയ്തേക്കുന്നത്? കപ്പ ഈ 6 മാസം. നല്ല വിളവുണ്ടോ? വിളവുണ്ട്. പോളി ഹൗസിനകത്ത് ചെയ്യുന്നുണ്ടുള്ള ഗുണം എന്നാ? കാട്ടുപന്നി ശല്യം ഒഴിവാകുന്നു എന്നുള്ളതാണ്. ഇവൻ ഇതിനകത്തൊരു കയറുമല്ലോ, വേലിക്ക് പകരം അങ്ങനെ നിന്നുള്ളൂ അല്ലേ? എലി ശല്യോ? എലിശല്യം ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതുവരെ ഇതാദ്യത്തെയാണ് കപ്പ കൃഷി, അതുകൊണ്ട് കണ്ടാലേ അറിയൂ. ഇത് എത്ര 6 മാസം കപ്പയാണോ? അതെ അതെ. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണോ അതോ? ഇതിനകത്ത് ആദ്യമാണ്. അല്ലാതെ ചെയ്തപ്പോൾ നല്ല വിളവുണ്ടായിരുന്നു? വിളവുണ്ടായിരുന്നു. പയറും ഉണ്ട് ഇടയ്ക്ക്. പയറാണത്? പയർ അതിലേരിയൊക്കെ കുറച്ച്. ഇത് ചെറുകിഴങ്ങ്. ചെറുകിഴങ്ങാണത് ഈ നിൽക്കുന്നത്. എൻ്റെ ബൊതന. ബൊതന ഏതുണ്ട്, ഞാൻ ചവിട്ടിയത്. ഇതെല്ലാം വിളയാണപ്പോൾ? എല്ലാം വിളയാ. ഇതിനുണ്ടല്ലോ വില. അതെ അതെ അതെ. പയറേൽ ഉറുമ്പ് കയറി. ഞാൻ ഓർക്കുകയും ചെയ്തു, നല്ല മണം വന്നല്ലോ. അതെന്താ ബൊതനെ കയറി ചവിട്ടിയതിൻ്റെ അത്. കാച്ചിലും ചെയ്തിട്ടുണ്ടല്ലേ? ഉണ്ട്. അതും അതേതാ ഇനം ചെയ്തേക്കുന്നത്? പന്നി ശല്യം ഉള്ളത് കൊണ്ട്. അതൊക്കെ പന്നി കാച്ചിൽ തിന്നുമോ തരോ? പിന്നെ കാച്ചിലൊക്കെ കണ്ടവാനം കുത്തിക്കളി തിന്നുകയും ചെയ്യും. കാച്ചിലേതാ ഇനം ചെയ്തേക്കുന്നത്? എന്തോ ഇനം ഈ 2 സൈസും ഉണ്ട്. വെള്ളക്കാച്ചിലുണ്ട്, നീലക്കാച്ചിലുണ്ട്. കാര്യമായിട്ട് എങ്ങും ഇല്ലാത്ത മുന്തിരി കൃഷി വരെ ഇതാ തുടങ്ങി വെച്ചായിരുന്നു. മുന്തിരി കൃഷിയുണ്ട് ഇവിടെ. മുന്തിരിയായി. ചേനയുണ്ടല്ലേ? ചേന വിലയുണ്ടോ? ചേനയ്ക്ക് ഭയങ്കര വിലയല്ലേ, 70 രൂപ കിലോ വിലയായിരുന്നു. ആണോ? അപ്പോൾ നല്ല കൃഷിയാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റ് അല്ലേ, വലിയ പണിയില്ലല്ലോ. ഞാൻ മാങ്കുളത്ത് വന്നിട്ട് അട്ടയെ കണ്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. വേണ്ടവൻ എൻ്റെ കാലിലും കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേ പോകുന്നു. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സാധനം അല്ലേ? അട്ട കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. തോട്ടപ്പുഴുന്നോ ഇതെന്താ ഇതുപോലെ ഇത് ഉണ്ടാകാൻ കാരണം? ഇവിടുത്തെ മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത. വെള്ളം ഇന്നുമുണ്ട്, മഴ പെയ്യുന്നത് കൊണ്ട് വെള്ളച്ചെനപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ഏതാ കാപ്പി ഇനം ചെയ്യുന്നത്? ഇത് ചന്ദ്രഗിരി ഇനമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചന്ദ്രഗിരി ഇത് എന്തേരം ഉണ്ട്? ഇതിപ്പോൾ 500 എണ്ണം ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ? നന്നായി ഉണ്ടാവും അത്? ഇവിടെ കാപ്പിക്ക് നല്ല കാലാവസ്ഥയാണ്, കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചന്ദ്രഗിരി എങ്ങനെയുണ്ട്? ചന്ദ്രഗിരി ഇപ്പോൾ ഇത് ആദ്യത്തെ പരീക്ഷണമാണ്. അത് വലിയ വളർന്ന് കണ്ടമാനം പന്തലിക്കില്ല. റോബസ്റ്റയൊക്കെ പോലെ വലുതായിട്ട് വരില്ല. ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ വ്യാസത്തിലേ ഈ സാധനം ഉണ്ടാകാറുള്ളൂ. അപ്പോൾ കൊടിയുടെ ഇടയ്ക്ക് നമുക്ക് ഇടവള കൃഷിയായിട്ട് ചെയ്യാൻ വളരെ സൗകര്യമുള്ള ഒരു ഇനമാണ്. അപ്പോൾ ഇതിന് എന്തര അകലത്തിൽ നമുക്ക് നടാൻ പറ്റും? ഇതിപ്പോൾ 8 അടി അകലത്തിൽ കൊടി ഇട്ടാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഇത് ഓരോന്നോ വരുന്നു. ഇപ്പോൾ കാപ്പി തന്നെയാണെങ്കിൽ 4 അടി അകലത്തിൽ വെക്കാം. 4 അടി അകത്ത് ഇത് വെക്കാം. അത്ര വലിപ്പമുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഈൽഡ് എങ്ങനെയുണ്ട് ഇതിന്? ഈൽഡ് ഒരെണ്ണത്തെ നിന്ന് ഒരു 3 കിലോ പച്ചക്കുരു കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിത് കായ്ച്ചു തുടങ്ങിയുള്ളൂ. ഈ വർഷം ആദ്യം 1.5 വർഷമായി. പൊതുവേ ഇത് റോബസ്റ്റയാണല്ലോ ഈ നാട്ടിലൊക്കെയുള്ള കൃഷി. ഇതിപ്പോൾ ചന്ദ്രഗിരി പുതിയ ഇനമാണ്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ട് ചെയ്യാനുള്ള സൗകര്യം കണ്ടതുകൊണ്ടാണ് ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ ഇഷ്ടം പോലെ ഉണ്ടോ? ഒന്ന് പറ്റിച്ച് പിടിച്ചിട്ട് ബാലൻസ് കിടക്കുന്നതായത്. ഇത് ഏതാ കിടക്കുന്നത്? ഇപ്പം സിലോപ്പിയ ഉണ്ട്, ഇതിനകത്ത് വരാലുണ്ട്, മുഷിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഓരോ ഐറ്റം തിരിച്ചിട്ടിരിക്കുന്നതായി. ഇത് ഈജിപ്റ്റ് സിലോപ്പിയയുടെ കുഞ്ഞുങ്ങളെ അന്ന് കിട്ടിയത് ബാക്കിയുള്ള ഇങ്ങോട്ട് ഇട്ടതാണ്. അതും അതെ, അപ്പുറത്തേതും അതെ. ഇത് ടാങ്ക് ഇവിടെ ചെയ്തിട്ടേക്കുന്നത് എന്തിനാ?
ടാങ്ക് പണിത് ഒരു വരാലിൻ്റെ ബ്രീഡിംഗ് യൂണിറ്റ് ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയുള്ളൂ. ഈ വർഷമാണ് പണിത്. ഈ കുളത്തിനകത്ത് ടാങ്ക് പണിതല്ലേ? ആ അന്നേരം താഴെ വരെ പണിതിട്ടോ? ഇത് താഴെ വരെ നമ്മൾ സാധാരണ ഇത് മണ്ണ് കുളമായിരുന്നല്ലോ, അതിങ്ങനെ തിരിച്ചത്രേ ഉള്ളൂ. തിരിച്ച് കോൺക്രീറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മേളിൽ നിന്ന് കെട്ടി കെട്ട വെള്ളം അടിച്ച് പറ്റിച്ചിട്ട് ഇതിലിങ്ങനെ ഇറങ്ങിപ്പോകാൻ വഴിയൊക്കെ ഉണ്ട്. ഇത് വരാല നമ്മളെ ബ്രീഡ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇത് വെള്ളം അധികം പൊങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. വെള്ളം വലിച്ചു കളയാൻ പറ്റില്ലേ? വെള്ളം ഇപ്പം നമ്മൾ അതിലെ താഴേക്ക് പൈപ്പ് ഇട്ടിട്ടുണ്ടേ. ആ പൈപ്പിലൂടെ ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. ഇപ്പം എത്ര വേണേലും പൊക്കാനും പറ്റും. ഈ പൈപ്പ് അങ്ങ് പൊക്കി വെച്ചാൽ മതി. ഇതപ്പോൾ ഇത്ര താഴ്ചയുള്ളൂ ഇതിനകത്തോട്ട്? ഇതിന് താഴ്ച ഇത് അത്രേ ഉള്ളൂ. അത്ര മൊത്തം ഉള്ളൂ. ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ശകലോടെ അങ്ങോട്ട് ചെരിഞ്ഞാൽ കിടക്കുന്നത്, അത്രേ ഉള്ളൂ. നമ്മളൊരു 4 മുങ്ങുകയല്ല നമ്മൾ? ഇല്ലില്ല, ഒരു 3 അടി 4 അടി വെള്ളം ആവശ്യമുള്ളൂ മീനിനെ വളരാൻ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്ര കയറി നിൽക്കും. വെള്ളം ഇത് ഇവിടം വരെ വരുമല്ലോ, അരയടിയും കൂടെ കയറും. അത് കഴിഞ്ഞ് പിന്നെ ഈ തുളയിൽ കൂടെ പോകുന്ന വെള്ളം പുറത്തേക്ക് പോകും. ബാക്കി ഉള്ളതും കൂടെ കുറച്ചുകൂടെ പൊങ്ങി വരും, ഇത്രയും വരെയും വരും. ഇത് മാറ്റി ഇതങ്ങ് മാറ്റുവാണെങ്കിൽ PVC തന്നെ വെക്കുവാണെങ്കിൽ എവിടം വരെ പൊക്കണം അത്രയും വരെ വെള്ളമാവും. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. 10 അടി വരെ പൊക്കത്തിൽ വെള്ളം നിൽക്കും. അത്രയും വേണ്ട മീൻ വളരാൻ. ഉറവയുള്ള വെള്ളമാണ്? ഉറവെള്ളം 4 അടി കൂടുതൽ വേണം. അങ്ങോട്ടെല്ലാം താഴ്ചയുള്ളൂ, ഈ ഒരു നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ അല്ലേ? നടന്നു പോവാം. ആ പൈപ്പിലൂടെ വെള്ളം കയറുന്നത് ഇവിടെ തുളയായിട്ടിരിക്കുന്നത്, ചെറിയ തുള. മീനും കുഞ്ഞുങ്ങളും ഒന്നും ഇറങ്ങിപ്പോവാതെ ഈ തുളയിട്ട് വെച്ച് അതിലവിടെ വെള്ളം അപ്പോൾ ഒപ്പത്തിൽ നിൽക്കും. ഇതിൻ്റെ ലെവലിൽ തന്നെ അവിടെയും വരും. വേറെ മീൻ പുറത്തേക്ക് പോകത്തില്ല. ഇത് നല്ല ഉറവയുള്ളൂ അത്? എന്താ പറയുക, നാളെ ആകുമ്പോൾ ഈ ഒപ്പം വെള്ളം വരും. ഇതിപ്പോൾ ഇന്നലെ ഞാൻ പൊളിച്ചു വിട്ടു, ഇത്രയും വെള്ളം ഇറങ്ങി, അതുപോലെ തിരിച്ചു കയറും. എന്തായാലും അങ്ങനെ നമ്മളൊരു അടിപൊളി കൃഷി കാഴ്ചകളൊക്കെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുകയാണ്. വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തകർപ്പം മഴയാണ്. എനിക്ക് മാങ്കുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നു. ഇവിടെ എപ്പോഴും മഴയാണെന്നാണ് ചേട്ടാ പറഞ്ഞത് അല്ലേ? ഏത് സമയത്തും മഴ, എല്ലാ മാസവും മഴ, മഞ്ഞ മഴ, തണുപ്പ്. അതാണ് മാങ്കുളം. അടിപൊളി ടൂറിസ്റ്റ് പ്ലേസ്, ഇഷ്ടം പോലെ ആളുകളും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ മഴയത്ത് വന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം പൂർണ്ണമായും ജൈവ കൃഷിയിലാണ് ഇവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം സംശയം ചോദിച്ചതാണ്. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങാറില്ലേ? ആകെ വാങ്ങുന്നത് എന്താണ്? അരി മാത്രം അല്ലേ? ബാക്കി ഫുള്ള് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിനുള്ള മഴമറകൾ ഉണ്ടായിരുന്നു, എല്ലാം നമ്മൾ പോളിഹൗസ് ഉണ്ട്, അതെ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ജൈവ കൃഷിയിലേക്ക് മാത്രം എന്താ ശ്രദ്ധിക്കാൻ കാരണം? അത് അനുഭവത്തിൽ നിന്നാണ് ജൈവ കൃഷിയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലായത്. കാരണം ആദ്യകാലങ്ങളിൽ രാസവള കച്ചവടം വരെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജനുവരിയൊക്കെ ആകുമ്പോഴേക്കും വളത്തിൻ്റെ കച്ചവടം നിൽക്കും. ബാലൻസ് വരുന്ന നമ്മുടെ പറമ്പിൽ കൊണ്ടുപോയിടും. അവിടെ ആ പ്രദേശം മുഴുവനും ഈ പഴുത്ത ഒരു സാധനം ഉണ്ടാകാത്തൊരവസ്ഥ വന്ന അനുഭവത്തിൽ അത് മനസ്സിലായി. കൃഷി മുഴുവൻ നഷ്ടമായി. കൃഷി അങ്ങനെ ഇല്ലെന്നായി പോവുകയാണ്. ഒരു സാധനം ഉണ്ടാവില്ല, വിളയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അതേപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ജൈവ കൃഷിയുടെ മഹാത്മ്യവും അതിൻ്റെ പ്രാധാന്യവും എല്ലാം മനസ്സിലായി. അതനുസരിച്ച് മാങ്കുളത്ത് ആ ജൈവ കൃഷി അവലംബിക്കാൻ വേണ്ടി അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് ക്ലാസ്സൊക്കെ എടുത്ത് അതിൻ്റെ എല്ലാ സഹായവും കാർഡ്സിൽ നിന്നുണ്ടായി. അപ്പം അങ്ങനെ ഇപ്പോൾ മാങ്കുളം ഒരു ജൈവ ഗ്രാമമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1000-ഓളം ജൈവ സർട്ടിഫിക്കറ്റുള്ള കർഷകർ മാങ്കുളത്തുണ്ട്. ജൈവം മാത്രം ചെയ്യുന്ന കർഷകരുണ്ട്, പച്ചക്കറി എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മുടെ വീട്ടാവശ്യത്തിനും അതുപോലെ വിൽക്കാനും എല്ലാം മാർക്കറ്റിലേക്ക് വരുന്നു ഒക്കെ ഇപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ ചെന്നാൽ മാങ്കുളം പച്ചക്കറി എന്ന് പറയുന്നതിന് പ്രത്യേക വില കിട്ടുന്നുണ്ട്. അപ്പോൾ ആ നല്ലൊരു സാധനം മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇവരിവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നിസ്സാരമായ ഒരു കാര്യമല്ല, കാരണം വിളവിച്ചിട്ട് കുറയും അല്ലേ? കുറയും സാധാരണഗതിയിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഈ കീടരോഗബാധകളൊക്കെ നമുക്ക് ഈ ജൈവ രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യും. അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ന്യായമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകും. കുരുമുളകിനുള്ള കേടുകളൊക്കെ നമ്മൾ എങ്ങനെ? കുരുമുളകിന് നമ്മൾ തുരിച്ച് ഉപയോഗിക്കാൻ ജൈവ കൃഷിയിലും. അപ്പോൾ തുരിച്ചിൻ്റെ ഒരു പ്രയോഗം മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും വരുന്നില്ല. ജൈവ വല്ല ഫെർട്ടിലൈസർ സ്പ്രേയിങ്ങോ അങ്ങനെ വല്ലതും ഉണ്ടോ? സ്പ്രേയിങ് ഉണ്ട്. അതുപോലെ മറ്റേ ഇതോ മരുന്നുകളോ
മരുന്നുകളൊന്നും ആവശ്യമില്ല, കുരുമുളകിനൊന്നും വേണ്ട. ഫംഗിസൈഡ്സ് ഒന്നും വേണ്ട. പച്ചക്കറിക്ക് ഇതെല്ലാം വേണം. അതിന് ജൈവോൽപ്പന്നങ്ങൾ തന്നെ നമുക്കുണ്ട്, കിട്ടാനുണ്ട്. മർഗസ്യൂഡോമോണസ്, ടിസീലിയം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യും. അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതെല്ലാം ഈ ക്ലാസ്സുകളിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് കൃഷി ഓഫീസർമാർ രാസകൃഷി അല്ലാതെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ജൈവ കൃഷിയിലേക്ക് സർക്കാരും കൃഷി ഓഫീസുകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പം BPPKP ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ, PGS സർട്ടിഫിക്കേഷനും, അത് മാങ്കുളത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഏരിയ ഈ EPKP പദ്ധതിയിൽ എടുത്തിരിക്കുന്ന മാങ്കുളത്താണ്. 10 ക്ലസ്റ്റർ, 50 ഹെക്ടർ സ്ഥലം വീതം 500 ഹെക്ടർ സ്ഥലം ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് ഈ കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിനും ഭാഗമാക്കാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ജൈവ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, ജൈവ കൃഷിയിൽ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടാൽ മതി അല്ലേ? ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഗൈഡൻസ് ഒക്കെ നൽകും. അതിനൊപ്പം തന്നെ ഇവർ നല്ലൊരു ജാതി തോട്ടവുമുണ്ട് ഇവിടെ അല്ലേ? അത്യാവശ്യം ജാതിയാണ്. നമുക്ക് ഈ മഴ കാരണം നമുക്കത് മൊത്തമായിട്ട് അങ്ങനെ അവിടെ ഒന്നും പറയാൻ പറ്റിയില്ല. ഇവിടെ നാടൻ ജനം തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? നാടനുണ്ട്, ബഡ് രണ്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ വാഴയും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഇനങ്ങൾ? ഏത്തവാഴ, റോബസ്റ്റ, ഞാലിപ്പൂവൻ, നാടൻ പൂവൻ, ഇതെല്ലാം പൂർണ്ണമായും ജൈവത്തിലാണ്. അപ്പൊ ആ റോബസ്റ്റയുടെ ഒരു കൊല നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട്. അത് അത്രയും വിളവുണ്ടാകുന്ന ശരിക്കും ആ ജൈവ കൃഷികളുണ്ട് തന്നെ. മണ്ണിന്റെ ഒരു സുഖമാണ് അല്ലേ? ചാണകവെള്ളം, സ്ലറി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ പഴത്തിൻ്റെ തൊലി പൊട്ടാഷ് കണ്ടന്റ് കൂടുതലുള്ളതാണ്. അത് കഞ്ഞിവെള്ളത്തിലിട്ട് ഒരു 2-3 ദിവസം വെച്ചതിന് ശേഷം ചാണകവെള്ളം കൂടി ചേർത്ത് കൂട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല വലിപ്പമുള്ള കൈഫലമുള്ള എല്ലാത്തിനും അത് കൊള്ളാവുന്നതാണ്. ആ രീതിയിലൊക്കെയുള്ള വളപ്രയോഗമാണ്. അങ്ങനെ സ്വന്തം ഐഡിയയിലൊക്കെ സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അടിപൊളി ഒരു കർഷകനെയും അടിപൊളി കൃഷി വിളകളും അടിപൊളി ഒരു സ്ഥലവുമൊക്കെയാണ് നമ്മൾ ഈ കണ്ടത്. നല്ല പ്രകൃതി ഭംഗിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വെള്ളച്ചാട്ടം, ഇവിടെ ഒരു ചെറിയ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് അല്ലേ? നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് 6 ബെഡ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ചെറിയ രീതിയിൽ തോട്ടപ്പുഴുണ്ട്. അത് തന്നെ ഈ മാങ്കുളത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അന്ന് കണ്ട് താമസിച്ച് കാലാവസ്ഥയുടെ സുഖം എല്ലാം അനുഭവിച്ച് മാങ്കുളത്തെ ഭക്ഷണം അതൊക്കെ രുചിച്ച് നോക്കി പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകരം.